ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്ന് വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് പറയുന്നത്. അങ്ങനെ ഇന്നലത്തെ എപ്പിസോഡിൽ ലാസ്റ്റ് കാണിച്ചത് മേഘനാഥൻ മഞ്ജുവിനോട് വഴക്കുണ്ടാക്കുകയാണ്. മഞ്ജു ഫോൺ വിളിച്ചത് ആരെയാണെന്ന് ചോദിച്ചിട്ട് ആ മഞ്ജു പറയുന്നുണ്ട് അതിൻ്റെ ഒരു സുഹൃത്തിനെയാണ് വിളിച്ചതെന്ന് പറയുമ്പോൾ നീ വിളിച്ചത് ആൺ സുഹൃത്തിനെയാണോ പെൺ സുഹൃത്തിനെയാണോ എന്ന് നമ്മുടെ മേഘനാഥൻ ചോദിക്കുന്നുണ്ട്. മഞ്ജു പറയുന്നുണ്ട് ആണായാലും പെണ്ണായാലും നിനക്ക് എന്താ, എനിക്ക് ആണുങ്ങളായിട്ട് പെണ്ണുങ്ങളായിട്ടൊക്കെ സുഹൃത്തുക്കളുണ്ട്. ആയിക്കോട്ടെ, നീ നിന്റെ സുഹൃത്തുക്കളെ വിളിക്കോ ബൈക്കിന്റെ പുറകെ പോവോ എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ നീ ഇന്ന് ബൈക്കിന്റെ കൂടെ പോയവന്റെ കൂടെ പോകുമ്പോഴാണ് എനിക്ക് പ്രശ്നം എന്ന് പറയണം. ആ സമയത്ത് മഞ്ജു ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറുമ്പോഴേക്കും മഞ്ജുന്റെ കൈ പിടിച്ച് തിരിക്കാട്ടോ മേഘൻ. എന്നിട്ട് പറയണ്ട് സത്യം പറടി, നീ ഇന്ന് ബൈക്കിന്റെ പുറകെ പോയത് അവന്റെ ബൈക്കിന്റെ പുറകിലല്ല ആ മാർക്കോടാ എന്ന് ചോദിക്കുമ്പോ മഞ്ജു ആകെ ഞെട്ടിപ്പോട്ടോ. മേഘനാഥൻ പറയണ്ട് എനിക്ക് മനസ്സിലായിടി, നീ മാർക്കോടെ ബൈക്കിന് പുറകിലിരുന്നാ പോയത്. നീ പോയ വണ്ടി നമ്പർ നോട്ട് ചെയ്തായിരുന്നു. ആ നോട്ട് ചെയ്ത വണ്ടി നമ്പർ ആരുടെയാണെന്ന് നോക്കിയപ്പോഴേക്കും അത് ആ മാർക്കോടെയാണ്. നീ മൊബൈൽ തന്നെ എന്ന് പറഞ്ഞിട്ട് മൊബൈൽ ചെക്ക് ചെയ്യുമ്പോഴേക്കും അതിൽ അവസാനം വിളിച്ചേക്കുന്ന നമ്പർ സരോജിനി എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്ത് വെച്ചിരിക്കാട്ടോ. സരോജിനി, മാർക്കോടെ പുതിയ പേരാണോ സരോജിനി? അവൾ സരോജിനി എന്ന് പറഞ്ഞ് സേവ് ചെയ്തിരിക്കുന്നത് ഇത് അവനല്ലടി മാർക്കോ. ഞാൻ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മേഘനാഥൻ ഫോൺ എടുത്തിട്ട് ആ നമ്പറിലേക്ക്, സരോജിനി എന്ന് പറഞ്ഞ സേവ് ചെയ്തേക്കുന്ന നമ്പറിലേക്ക് തിരിച്ചു വിളിക്കുക കേട്ടോ. ആ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കുമ്പോഴേക്കും മഞ്ജു ആകെ ടെൻഷനായിട്ടിരിക്കുകയാണ്. സാഗർ എന്തെങ്കിലും സംസാരിക്കുമോ, സാഗർ എന്തെങ്കിലുമൊക്കെ പറയോ, അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ മഞ്ജു ടെൻഷനായിട്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ മേഘൻ ഫോണിൽ സംസാരിക്കുമ്പോൾ ഫോൺ എടുക്കുന്നത് സാഗർ ആട്ടോ. സാഗർ ഫോൺ എടുത്തിട്ട് മേഘൻ ഹലോ എന്ന് പറഞ്ഞ മുമ്പ് തന്നെ സാഗർ അവിടെ നിന്ന് മഞ്ജു വീണ്ടും വിളിക്കുന്നുണ്ടല്ലോ എന്ന രീതിയിൽ ഫോണിൽ വിളിച്ചിട്ട് ഹലോ ഹലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഹലോ ഇങ്ങനെ പറയാട്ടോ. അത് കേൾക്കുമ്പോഴേക്കും മേഘനാഥൻ തിരിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് ഹലോ എന്ന് പറയാണ്. അത് കേൾക്കുമ്പോ സാധാരണ കാര്യം മനസ്സിലായി. ഓ, ഇത് അവനാ വിളിച്ചിരിക്കുന്നത്. അപ്പൊ അവളുടെ ഫോൺ പൊക്കി സംശയത്തോടെയാ അവൻ തിരിച്ചു വിളിച്ചത്. അപ്പൊ അതെന്നെ കാര്യം, അവനെ നല്ല സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പൊ മഞ്ജുവിന്റെ കാര്യം എന്താകുമെന്തോ, അവളെ അവിടെ ഇട്ട് അയാൾ കൊടയോ, അവൾക്ക് എന്ത് സംഭവിക്കോ എന്നൊക്കെ ആലോചിച്ചിട്ട് സാഗറിനും ആകെ ടെൻഷൻ ആവാട്ടോ. അങ്ങനെ സാഗർ ഫോൺ കട്ട് ചെയ്യുമ്പോഴേക്കും മേഘനാഥൻ മഞ്ജുനോട് പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്തു, എന്റെ സൗണ്ട് കേട്ടപ്പോഴേ അവൻ ഫോൺ കട്ട് ചെയ്തു, എനിക്ക് സൗണ്ട് കേട്ടപ്പോൾ മനസ്സിലായി അത് അവൻ തന്നെയാ മാർക്കോ. എടി വൃത്തികെട്ടവളെ, നീ അവന്റെ കൂടെയാണ് ചുറ്റിക്കറങ്ങി പോണല്ലേ, നിനക്കിപ്പോ അവനാണ് വലുതല്ലേ, നിനക്ക് അവന്റെ കൂടെ ഒളിച്ചോടി പോണം അല്ലേടി എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ജുവിന്റെ കഴുത്തിന് കീഴെ കയറി പിടിക്കുന്ന മേഘനെ കാണിച്ചിട്ടാണ് ഇന്നലെ എപ്പിസോഡ് തീർന്നത്. അപ്പൊ അതിന്റെ ബാക്കിയാണ് ഇനി പറയാൻ പോണത്. അങ്ങനെ മഞ്ജുവിന്റെ കഴുത്തിൽ ഇങ്ങനെ കയറി പിടിക്കുമ്പോൾ മഞ്ജു ഇങ്ങനെ ശ്വാസം മുട്ടിയിട്ട് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിൽ മഞ്ജു ഇങ്ങനെ ഇന്ന് കരയാട്ടോ. ആ ഒച്ചപ്പാടും ബഹളവും കേട്ട് മേഘന്റെ അമ്മയും അനിയത്തൊക്കെ തന്നെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മേഘൻ ആ സമയത്ത് മഞ്ജുവിന്റെ കഴുത്തിൽ ഇങ്ങനെ കയറി പിടിച്ചിങ്ങനെ നിൽക്കുവാണ്. എടി, നിനക്ക് ഒരിക്കലും എന്നെ വിട്ട് വേറൊരുത്തന്റെ കൂടെ പോകാൻ പറ്റില്ലടി, അതിന് ഞാൻ സമ്മതിക്കില്ലടി, നിങ്ങളുടെ സമ്മതം ആർക്ക് വേണം എന്ന് മഞ്ജു ചോദിക്കുമ്പോ എന്റെ സമ്മതം നിനക്കിനി ആവശ്യം ഉണ്ടാവില്ല, പക്ഷെ നീ വേറൊരുത്തന്റെ കൂടെ പോയാലേ പിന്നെ ഞാൻ ആഗ്രഹിച്ചപ്പോൾ ഒന്നും നടക്കാൻ പോണില്ല. മഞ്ജു പറയണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ എന്നെ താലി കെട്ടിയത് എന്റെ ചേട്ടന്റെ സ്വത്തുക്കൾ കണ്ടിട്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അഥവാ നിങ്ങൾ എന്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ പോലും എന്റെ ചേട്ടനോട് ഞാൻ പറയും സ്വത്തിന്റെ ഒരു അംശം പോലും എനിക്ക് വേണ്ടെന്ന്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? എടി, നീ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുവാണല്ലേടി, നോക്കിക്കോ, നീ മരിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ലടി, സ്വത്തുക്കളെല്ലാം എനിക്ക് തന്നെ വേണം എന്നിട്ട് കഴുത്തിനെ കരുതി പിടിച്ച് നിരക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ അമ്മയും പെങ്ങളും തൊട്ട് മേഘനെ അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. എടാ മേഘ, എന്തു പറ്റിയടാ, എന്താ കാര്യം ചോദിക്കുമ്പോ അമ്മക്കറിയണോ ഇവൾ എന്ത് പ്രവൃത്തിയാ ഇപ്പൊ ചെയ്തതെന്ന്, എന്താടി കുരുത്തം കെട്ടവളെ നീ എന്റെ മോനോട് ചെയ്തത് എന്ന് അമ്മ ചോദിക്കുമ്പോ മഞ്ജു പറയണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല പോലും അമ്മേ, ഇവളെ ഇവിടെ നിന്ന് നേരം വെളുത്താൽ ഇറങ്ങിപ്പോണത് വേറെ ആരുടെ കൂടെ അല്ല, ആ മാർക്കോടെ കൂടെയാ. മാർക്കോടെ കൂടെയോ? അവന്റെ ബൈക്കിൽ ഇന്നലെ കെട്ടിപ്പിടിച്ചുള്ള പോണത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടായിരുന്നു. അവന്റെ കൂടെ ഇവളുടെ ഇപ്പൊ ചുറ്റിക്കറക്കം. അത് മാത്രല്ല, ഞാൻ ഇപ്പോഴേ നോക്കുമ്പോ ഇവള് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഒളിച്ചോടി പോകുന്ന കാര്യങ്ങളൊക്കെയാ പറയണത്. ഞാൻ ഫോൺ എടുത്ത് കട്ട് ചെയ്തപ്പോൾ ഇവിടെ നമ്പർ സേവ് ചെയ്തേക്കണ സരോജിനി എന്ന് പറഞ്ഞിട്ടാ. ആ നമ്പറിലേക്ക് തിരിച്ചപ്പോ അവൻ ഹലോ എന്ന് പറഞ്ഞത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടു. ഇവളുടെ അവിഹിത കാമുകൻ അവനാണമ്മേ, അവനാണ് ആ മാർക്കോ. എടി, നാണം കിട്ടുള്ളേ, നിനക്ക് നാണൂലടി എന്റെ മോന്റെ താലി കഴുത്തിലിട്ട് നടന്നിട്ട് ഇങ്ങനെ വൃത്തികേടൊക്കെ കാണിക്കാനായിട്ട്. നിങ്ങളുടെ മകന്റെ ഈ താലിയാണ് നിങ്ങൾക്ക് പ്രശ്നം. നോക്കിക്കേ, എനിക്ക് ഈ താലി കൊണ്ട് ഒരു ഉപയോഗമില്ല, ഞാൻ ഇയാളെ ഭർത്താവായിട്ട് കാണുന്നുമില്ല. ഇയാൾ ആരാത്, എന്താണെന്നും എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് നാടകം കളിക്കണമെന്നും എന്തിനാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് കറക്റ്റ് ആയിട്ട് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അന്ന് ഇയാളെ താലി കിട്ടിയ സമയത്ത് എന്റെ ഏട്ടനും ഏട്ടത്തി വേണ്ടെന്ന് 100 വട്ടം പറഞ്ഞതാ, ഞാൻ കേട്ടില്ല. അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി, പക്ഷെ ഞാനിപ്പോ അത് തിരുത്തുവാണ് എന്ന് പറഞ്ഞിട്ട് കഴുത്തി കിടക്കുന്ന താലി വലിച്ചു പറിച്ചെടുക്കുക കേട്ടോ നമ്മുടെ മഞ്ജു.
മഞ്ജു. അത് കാണുമ്പോഴേക്കും മേഘനും അമ്മയും അതുപോലെ തന്നെ അനിയത്തിയൊക്കെ ഷോക്ക് ആവുന്നുണ്ട്. പെട്ടെന്ന് മഞ്ജു ഇങ്ങനെ ചെയ്യുമെന്ന് അവരും വിചാരിച്ചില്ല കേട്ടോ. ശേഷം ആ താലി എടുത്തിട്ട് മേഘന്റെ മുമ്പിലേക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കാണ് മഞ്ജു. മഞ്ജു എന്ത് ചെയ്യുന്നു ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയും അനിയത്തിയും. ഈ താലിയുടെ പേരിലാണോ നിങ്ങൾ കണക്ക് പറഞ്ഞത്? ഈ താലിച്ചേട്ടന്റെ പേരിലല്ലേ നിങ്ങൾ കണക്ക് പറഞ്ഞത്? ഈ താലിയുടെ വില എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ തള്ളേ? നിങ്ങൾക്ക് എങ്ങനെ അറിയാനാണ്? നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിന് ഒരു വിലയില്ലല്ലോ. അങ്ങേര് ഹോസ്പിറ്റലിൽ കിടന്നിട്ട് പോലും നിങ്ങൾ അവിടെ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. അങ്ങനെ നിങ്ങളുടെ തന്നു ഈ താലിയുടെ വില പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ താലി, ഇയാൾ കിട്ടിയ താലി എനിക്കിനി വേണ്ട, ഇയാൾ തന്നെ കൊണ്ടേ പുഴുങ്ങി തിന്നട്ടെ എന്ന് പറഞ്ഞിട്ട് മഞ്ജു ആ താലി 4ആയിട്ട് മടക്കിയിട്ട് മേഘന്റെ മുഖത്തേക്ക് വലിച്ചെറിയാട്ടോ. മേഘൻ ഒരിക്കലും വിചാരിച്ചില്ല മഞ്ജു ഇങ്ങനെ ചെയ്യുമെന്ന്. മേഘനെ ശരിക്കൊരു തിരിച്ചടി കിട്ടിയ പോലെ തന്നെ ഫീൽ ചെയ്യാണ്. മഞ്ജു പറഞ്ഞിട്ട് ഇനി ഈ താലിയുടെ ബന്ധം പറഞ്ഞ് എന്റെ അടുത്തേക്ക് വരാൻ നിൽക്കരുത്. ഞാൻ ദേ ഇതിവിടെ വെച്ച് എല്ലാം ഉപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ ഒരു താലി, ഈ താലി മാത്രമല്ലേ നിങ്ങൾക്ക് കല്യാണത്തിന് ചെലവ് വന്നിട്ടുള്ളൂ, വേറൊരു ചെലവ് നിങ്ങൾക്ക് വന്നില്ലല്ലോ. എല്ലാം എന്റെ ചേട്ടൻ ഉണ്ടാക്കി തന്നതല്ലേ. എന്റെ സ്വർണ്ണമാണെങ്കിലും എന്റെ പണമാണെങ്കിലും എല്ലാം അതെല്ലാം ഞാൻ തന്നെ കൊണ്ടുപോകും. നിങ്ങളുടെ ഈ നൂല് പോലത്തെ താലി മാത്രം നിങ്ങൾ കയ്യിലേക്ക് മടക്കി വെച്ചോ. ഇതിന്റെ വില അറിയാത്ത നിങ്ങൾ തന്നെ ഇത് പിടിച്ചോ എന്ന് പറയണം. എന്നിട്ട് നല്ല ആണൊരുത്തിന്റെ താലിക്ക് മുമ്പിൽ ഞാൻ കഴുത്ത് കുനിച്ചു കൊടുക്കും. ഇവനെ ആലോചിച്ചിട്ട് ആ ജീവിതം പാഴാക്കൊന്നുമില്ല. ഞാൻ നല്ല തണ്ടും തടിയുള്ള ഒരു ആണിനെ തന്നെ വിവാഹം കഴിക്കും. മനസ്സിലാടി? ആ മാർക്കോനല്ലേ? ആണെങ്കിൽ ആയിക്കോ, നിങ്ങൾ എന്താ ചെയ്യടോ എന്ന് പറഞ്ഞിട്ട് മഞ്ജു അവിടെ നിന്ന് പോകുക കേട്ടോ. മഞ്ജു ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ അമ്മ അറിയുന്നുണ്ട്. അമ്മ കണ്ണനോട് പറയുന്നുണ്ടാ മഞ്ജു അവിടെ നിന്ന് ഇറങ്ങി പോയടാ എന്ന് പറയാണ്. ഇറങ്ങിയെന്നോ? എന്തിനാ? അവൾ ആ മേഘനെ ഉപേക്ഷിച്ചു എന്ന്. അവൾക്ക് ആ മേഘന ഇപ്പൊ വേണ്ടെന്നാ പറയണത്. അവൾ ആ മേഘനായിട്ടുള്ള ബന്ധമൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇവിടെ വരാൻ പോണെന്നാ പറയണത്. അവൾ ഇവിടെ വരട്ടെ. അല്ലെങ്കിലും മേഘനാഥനെ പോലത്തെ അത്രയും വൃത്തികെട്ടവന്റെ കൂടെ ഏത് പെണ്ണിനെയാണ് പറ്റുന്നത്? അവനൊക്കെ ഒരു ആണാണോ പെണ്ണിനെ നോക്കാനറിയാത്തവൻ, പെണ്ണിനെ വില അറിയാത്തവൻ? അവനെ ഉപേക്ഷിച്ച് വന്നു കഴിഞ്ഞാൽ എന്നെ 2 കൈ നീട്ടി സ്വീകരിക്കും. എന്റെ പെങ്ങള് ഇവിടെ ജീവിക്കും, ഒരു കുറവില്ലാതെ ഞാൻ അവളെ നോക്കും എന്ന് പറയാണ്. എന്താ മഹാലക്ഷ്മി, അതല്ലേ വേണ്ടത്? അതെ, അത് തന്നെയാ വേണ്ട കണ്ണേട്ടാ. അവൾ ഇവിടെ വരട്ടെ, ഇവിടെ വന്നിട്ട് സുഖമായിട്ട് ജീവിക്കട്ടെ. കുറച്ചു നാൾ കഴിയുമ്പോൾ അവൾക്ക് പറ്റിയ നല്ലൊരു പയ്യനെ ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ച് അവൾക്ക് കെട്ടിച്ചു കൊടുത്തോളാം. എന്തായാലും അവൾ ആദ്യം ഒരു അബദ്ധത്തിൽ പോയി ചാടി. അതുകൊണ്ട് ഇപ്പൊ അവൾക്ക് എന്താണ് നല്ലതെന്നും എന്താണ് ചീത്തയാണെന്നൊക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അമ്മ അതിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. കണ്ണൻ പറയുന്നുണ്ട്. അതെ, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അവൾ ഇവിടെ വരണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. ഇവിടെ വന്നിട്ട് അവൾ സുഖമായിട്ട് ജീവിക്കട്ടെ. എത്ര നാളായി അവൾ ആ മേഘനാഥന്റെ കൂടെ നിന്ന് കഴിഞ്ഞ് നരകിക്കുന്നു എന്നൊക്കെ കണ്ണൻ പറയുമ്പോ അമ്മക്ക് അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. മേഘനാഥനാണെന്നുണ്ടെങ്കിലോ മാർക്കോ ആണ് നമ്മുടെ മഞ്ജുവിന്റെ കാമുകനാന്ന് വെച്ചിട്ട് മാർക്കോനെ അപകടപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ആ അപകടത്തിൽ മാർക്കോയുടെ ജീവന് തന്നെ ആപത്താവുന്ന എന്തോ സംഭവിക്കുന്നുണ്ട്. അതവിടെ എന്തായാലും ഇരിക്കട്ടെ. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്ന ഭാഗം ഇത്ര മാത്രമേ ഉള്ളൂ. മേഘനാഥന്റെയും മഞ്ജുവിന്റെയും വഴക്കും സ്റ്റണ്ടും കാര്യങ്ങളും, അതുപോലെ തന്നെ മഞ്ജു വന്ന് കഴിഞ്ഞാൽ 2 കൈ നീട്ടി സ്വീകരിക്കും എന്ന് പറയണ കണ്ണനെയും കൂടി കാണിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരാൻ പോണത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.